ഇങ്ങനെ എഴുതിയ റഹ്മത്തുള്ളാ കാസിമി ഏത് പിഴച്ച മുഹമ്മദ് അബ്ദുൽ വഹാബിൽ നിന്നാ കിതാബ് ഓതിയത്? ജനങ്ങളെ, പാവപ്പെട്ട സുന്നികളെ, എന്റെ ഏത് നിമിഷമാണ് അല്ലാഹു നമ്മളെ ഈ ലോകത്തോട് പിടിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം ഉറച്ചു പറയുന്നു, കേരളത്തിലെ സഖാഫിമാർ നിങ്ങളെ നരകത്തിലേക്കാണ് നയിക്കുന്നത്. ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അടിയുറച്ചു പറയുന്നു. എന്ത് വന്നാലും അതിന്റെ പേരിൽ സഖാഫിമാർ നിങ്ങളെ നരകത്തിലേക്കാണ് നയിക്കുന്നത്, സ്വർഗത്തിലേക്കല്ല. ഈ വസ്തുത ഗൗരവമായി ഞാൻ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ മുശ്രിക്കായവരെ മുഅ്മിനും മുഅ്മിനായവരെ മുശ്രിക്കും നരകത്തിലാണെന്ന് പറഞ്ഞവരെ സ്വർഗത്തിലും ഒക്കെയാക്കി ഇവരുടെ തെളിവുകൾ ഇവരുടെ ആധികാരിക ഗ്രന്ഥത്തിനെ നിങ്ങൾക്ക് തെളിയിച്ചു തന്നു. ഇനി ഇതിൽ കൂടുതൽ ഈ വിഷയകമായി ഒന്നും പറയേണ്ടതില്ല. ഇനി ഇവർ അല്ലാഹുവിനെ പരിഹസിക്കുന്നത് നിങ്ങൾ കേട്ടോളി. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് മിനായിൽ 4 വർഷം മുമ്പാണെന്ന് ഞാൻ ഓർക്കുന്നു, മിനായിൽ ഒരു തീപിടുത്തം ഉണ്ടായില്ലേ? നിങ്ങൾക്കറിയോ ആരെ തീപിടിച്ച് എത്ര ആളുകളാണ് മരിച്ചത്? ഈ മരിച്ചവരെന്താ മുഹ്യിദ്ദീൻ ശേഖനെ വിളിക്കുന്ന ആളുകളാണോ? അവർ പറഞ്ഞത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലേ? പടച്ചവനെ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, നിനക്ക് ഞാനിതാ ഉത്തരം ചെയ്യുന്നു റബ്ബേ, നിനക്ക് ഉത്തരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അള്ളാനെ വിളിച്ച് മാത്രം നടന്നിരുന്ന ആളുകളല്ലേ അവർ? എന്നിട്ട് ഓല് മിനായിലെ തമ്പ് കത്തി കരിഞ്ഞ് ജഡങ്ങൾ പോലും കിട്ടാത്ത കോലത്തിലായില്ലേ? എന്തേ? അപ്പൊ അള്ളാനെ സ്വന്തം വിളിക്കുന്ന ആളുകൾക്ക് അള്ളാഹ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലേ? സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പടച്ച തമ്പുരാനെ ആ റോഡുമെന്നൊന്ന് മാറിക്കൊടുക്കുക. എത്ര സമയം, എത്ര വാഹനങ്ങൾ വരുന്നു സുഹൃത്തുക്കളെ, എത്ര സമയം നിങ്ങളോട് പറഞ്ഞു. അപ്പോ സഹോദരന്മാരെ കേട്ടോ, അള്ളാഹുവിനെ പരിഹസിക്കാൻ ഉണ്ടോ? നിങ്ങൾക്കറിയാലോ, ഏർവാടി തീ പിടിച്ചപ്പോ നമ്മൾ അതിനെ പറ്റി ചോദിച്ചു. അപ്പോഴേക്ക് ഇവർക്ക് ദേഷ്യം പിടിച്ചപ്പോ അവരെന്തായി? അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലൂടെ ഈ കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതായത് അവർ ആരാധിക്കുന്നവരെ കുറ്റം പറഞ്ഞ അവർ അള്ളാഹിനെ ചീത്ത വിളിക്കും. ഈ സ്വഭാവം കേരളത്തിൽ ആർക്കാണ്? അതിലൊന്നാണ് ഇവിടെ വന്ന ഉസ്താദിന്റെ ഞങ്ങൾക്ക് കളിപ്പിച്ചെന്നത്. നിങ്ങൾ കേട്ടോളൂ, സൂറത്ത് അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. 108ാമത്തെ വചനത്തിലൂടെ, സൂറത്ത് അൻആമിലെ 108ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആയത്ത് ഈ വിഷയമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണത്? നിങ്ങൾ കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലാ തസ്ബുൽ ലദീന യദൂന മിൻ ദൂനില്ലാഹി. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആളുകളെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. അങ്ങനെ അവരെ നിങ്ങൾ പരിഹസിച്ചാൽ, അവരെ നിങ്ങൾ ചോദ്യം ചെയ്താൽ, വിവരമില്ലാതെ അവർ അല്ലാഹുവിനെ ചീത്ത വിളിക്കും. അലവി സഖാഫി ചെയ്തത് അതാണ്. കാരണം അവരുടെ പടച്ചവന്മാരെ ചോദ്യം ചെയ്തപ്പോ അദ്ദേഹത്തിന് ബേജാറായി. അതുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിനെ ചോദ്യം ചെയ്തു. മീനായിൽ അല്ലാഹു എവിടെയായിരുന്നു? ഇങ്ങനെ അല്ലാഹു സമം മൊയ്തീൻ ശൈഖ്, മൊയ്തീൻ ശൈഖ് സമ അല്ലാഹു, ഇങ്ങനെ അല്ലാഹ് മൊയ്തീൻ ശൈഖ്. ഇനി അത് പറയുന്ന ഒരു വലിയ കാമിൽ സഖാഫിയുടെ ഒരു ക്ലിപ്പിംഗ് കണ്ടോളൂ എന്ന് തെളിയിക്കാൻ നിൽക്കുകയാണ്. സുന്നത്തി ജമാഅത്തിന്റെ പക്ഷോ മൊയ്തീൻ ശൈഖ് സഹായിക്കും എന്ന് തെളിയിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ തെളിവെല്ലാം മുജാഹിദ് പക്ഷത്തിന് തെളിവ് നിരത്താൻ കഴിയാതെ വന്നപ്പോ മുജാഹിദ് മൗലവി അവിടെ നിന്നുകൊണ്ട് ഇപ്പൊ പറഞ്ഞ മാതിരി പൊട്ടൻ വെല്ലുവിളി നടത്തി. അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ ഹസൻ മുസ്ലിയാരെ, മൊഹീദ്ദീൻ ശൈഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. അപ്പൊ ജനം വിചാരിക്കും മൊഹീദ്ദീൻ ശൈഖിന് കഴിവില്ല. അതിന് മറുപടി ഹസൻ മുസ്ലിയാർ അപ്പുറത്തു നിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ല എന്ന്. അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ ഹസൻ മുസ്ലിയാരെ, മൊഹീദ്ദീൻ ശൈഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൊഹീദ്ദീൻ ശൈഖിന് കഴിവില്ല. അതിന് മറുപടി ഹസൻ മുസ്ലിയാർ അപ്പുറത്തു നിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ല എന്ന്. മറുപടി ഹസൻ മുസ്ലിയാർ അപ്പുറത്തു നിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ല എന്ന്. മറുപടി ഹസൻ മുസ്ലിയാർ അപ്പുറത്തു നിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ല എന്ന്. മറുപടി ഹസൻ മുസ്ലിയാർ അപ്പുറത്തു നിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ല എന്ന്. മറുപടി ഹസൻ മുസ്ലിയാർ അപ്പുറത്തു നിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ല.
ആലോചിച്ചു നോക്കൂ നിങ്ങൾ. കൊട്ടപ്പുറത്ത് നടന്നൊരു സംഗതിയാണ്. ഇവർ അല്ലാഹു സവും മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി എന്ത് വിമർശിച്ചാലും അള്ളാഹിനെ ചീത്ത വിളിക്കും. ഉണ്ടോ? അള്ളാഹ് കഴിവുണ്ടേ പൊളിഞ്ഞു പോകട്ടെ. ലോകത്ത് ഇങ്ങനെ ഒരു സമുദായമുണ്ടോ സുഹൃത്തുക്കളെ? അല്ലാഹു മൊയ്തീൻ ഷെയ്ഖിന് തുല്യം അല്ലാഹു. എത്രത്തോളം അറിയോ? ഖുതുബിയത്തിൽ ഇവർ പറയുന്നത് 99 നാമഗുണവിശേഷങ്ങളുടെ മൊയ്തീൻ ഷെയ്ഖിന് 99 നാമഗുണവിശേഷങ്ങൾ. നോക്കൂ ഇതിന്റെ നോക്കൂ. ഈ കുത്തുബിയത്തിൽ പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ പരിഭാഷപ്പെടുത്തി. ഇതിന്റെ 19ാമത്തെ പേജ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു തരാം. നോക്കൂ നിങ്ങൾ. പേരുകൊണ്ടും ഉന്നതി നേടി എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് മഹാന് 99 പേരുണ്ട് എന്നാണ്. ഏത്? അള്ളാഹുവിന് 99 നാമഗുണവിശേഷങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനും. ഇങ്ങനെ അല്ലാഹ് മൊയ്തീൻ ഷെയ്ഖ്. ലോകത്തൊരു മുശ്രിക്കിനും ഈ ഗതികേട് വന്നിട്ടില്ല. അതിനേക്കാൾ കഠോരമാണ് ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അല്ലാഹു അല്ലാത്തവരോട് തേടാൻ ഇവിടെ ഒരു തെളിവ് ധരിക്കുകയുണ്ടായി സഖാഫി. അതെന്താ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഭരണകാലഘട്ടത്തിൽ ഒരാൾ വന്നു. ഏതാ ഒരാള്? ആ ഒരാൾ ആരാണ് നിങ്ങൾ പറയണം. ആ ആളെ പറ്റി പണ്ഡിത ലോകം എന്ന് പറയുന്നു എന്ന് നിങ്ങൾ വായിച്ചു കൊടുക്കണം. ആ ഒരാൾ വന്നു. എന്നിട്ട് ആ ഖബറിന്റെ അടുത്ത് നബിയോട് പറഞ്ഞത്രേ, മഴയില്ല നബി, അല്ലാഹ്